ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ധനവാനും ലാസറും. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് യേശുനാഥൻ പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഒരു ഉപമ, ഒപ്പം ഉപേക്ഷയാലുള്ള പാപത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു വിവരണം. ധനവാന്റെ വീട്ടുപടിക്കൽ ഒരുപക്ഷെ അവൻ്റെ കൂറ്റൻ മതിലിൻ്റെ ചാരെ ഒരു ഷാമിയാന പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടി ഒരു കുഞ്ഞ് പന്തലിട്ട് അതിൻ്റെ താഴെ അന്തി ഉറങ്ങിയ ലാസർ. ധനവാന്റെ വീട്ടിൽ അവൻ്റെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് വയറ് നിറയ്ക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ അനുമതിയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ധനവാൻ ഒരിക്കലും ഒഴിവാക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അവനെ അവിടെ നിന്ന് പുറത്താക്കിയതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അവനെതിരെ പട്ടിയെ അഴിച്ചു വിടുകയോ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുകയോ ചെയ്തതായിട്ട് ബൈബിളിൽ രേഖയില്ല. എന്ന് മാത്രമല്ല, ഈ ധനവാന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഔദാര്യത്തോടെ ഈ കുടുംബത്തിന് അവർ നൽകുകയും ചെയ്തു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ധനവാന്റെ മനോഹരമായ രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അത് ഇസ്രായേൽ പാരമ്പര്യമനുസരിച്ച് പച്ചറൊട്ടി കൊണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ചാറും മറ്റുമൊക്കെ തോണ്ടി അത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൊട്ടിയുടെ കഷ്ണം തന്നെയാണ്. അത് എടുത്ത് തിന്നുവാനും ഒക്കെ അനുമതിയുണ്ടായിരുന്നു ഈ മനുഷ്യന്. മാറ്റി നിർത്താത്ത ഒരു വ്യക്തിയായിരുന്നു ധനവാന്റെ വീട്ടിലെ ലാസർ. സ്വർഗത്തില് ധനവാൻ നരകപീഡനത്തിന് ഇരയാകുമ്പോൾ അബ്രാഹത്തിന്റെ മടിയിലായിരുന്നു ലാസറിന്റെ സ്ഥാനം. ഇവിടെ രസകരമായ ഒരു ചിന്ത, ഈ ധനവാൻ മുതലാളി എന്നതിനപ്പുറത്ത് അവനൊരു പേരില്ല, അഡ്രസ്സില്ല. പക്ഷേ ദൈവസന്നിധിയിൽ പേരുണ്ടായിരുന്ന, പേര് ചേർക്കപ്പെട്ട ഒരുവനായിരുന്നു ലാസർ. അവൻ താഴെ നിന്ന് നോക്കിയപ്പോൾ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുന്നു. ലാസറിനെ എൻ്റെ നാവിനെ കുളിർപ്പിക്കാൻ കുറച്ച് ദാഹജലം ഒഴിച്ചു തരാൻ വേണ്ടി അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് അയക്കണം, എൻ്റെ സഹോദരങ്ങൾ മാനസാന്തരപ്പെടട്ടെ. നല്ലൊരു സഹോദരനാണ്, സ്വന്തം സഹോദരങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരു സഹോദരൻ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് യേശുനാഥന് ആ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഉപേക്ഷയാലുള്ള പാപമാണ് ഇവിടെ ഈ ധനവാൻ ചെയ്തത്. അവൻ്റെ പണത്തിൻ്റെ ഖുങ്ക് കാണിക്കാൻ അവൻ ആഡംബര ജീവിതം നയിച്ചപ്പോൾ തൻ്റെ വീട്ടുപടിക്കൽ ദരിദ്രനാരായണനായിട്ട് കിടന്ന ഈ ലാസറിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവൻ മനസ്സ് കാണിച്ചില്ല. അവന് കൊടുക്കേണ്ടിയിരുന്ന കരുതലും സ്നേഹവും കൊടുത്തില്ല എന്നതാണ് അവൻ്റെ ശിക്ഷ, അവൻ്റെ കുറ്റം. അല്ലാതെ മറ്റൊരു പാപവും ഈ മനുഷ്യൻ ചെയ്തതായിട്ട് കാണുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതേ ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക എന്നാലോചിച്ച്. നമ്മുടെ മതിലിൻ്റെ അടുക്കൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ താഴെ ഒരു യാചകനായ മനുഷ്യൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ സകുടുംബം വന്ന് താമസിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? പട്ടി അഴിച്ചു വിടില്ലേ? ഗുണ്ടകളെ വിട്ട് തല്ലിക്കത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ കത്തിയും അല്ലെങ്കിൽ തോക്കുമൊക്കെ ആയിട്ട് ചെന്ന് ഭീഷണിപ്പെടുത്തി അവനെ പറമ്പിൽ നിന്ന് ചാടിക്കത്തില്ലേ? രാമായണം നാട് വിട്ടോടിപ്പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യും.
ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും ധനവാൻ ദൈവസന്നിധിയിൽ എത്തുന്നില്ല, നരകത്തീയിൽ അവൻ ഇരയാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ തമ്പുരാൻ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥാനം എത്ര ഭീകരമായിരിക്കുമെന്ന് ഒന്ന് മനസ്സിൽ കരുതി വെക്കുന്നത് നല്ലതാണ്. അവൻ്റെ കണ്ണീര് കാണാൻ മനസ്സ് കാണിക്കാതെ, അവൻ്റെ കണ്ണീരിനെ ലാബറട്ടറിയിൽ പരിശോധിച്ച് അതിനകത്ത് സോഡിയവും H2 ഒക്കെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതല്ലാതെ, അതിനപ്പുറത്ത് അവൻ്റെ കണ്ണീര് അവൻ്റെ സ്ഥാനത്ത് നിന്ന്, അവൻ്റെ ഇല്ലായ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പം എനിക്കും വിഷമമുണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിയാൻ, ഒരു യാചകനെ പോലെ കൈനീട്ടി മറ്റുള്ളവൻ്റെ ദാക്ഷിണ്യത്തിന് വേണ്ടി ഇരക്കേണ്ട ഗതികേട് വരുന്ന ഒരു പാവപ്പെട്ടവൻ്റെ, ഒരു ഭിക്ഷാടകൻ്റെ ഭാവത്തിലേക്ക് ഇറങ്ങി നിന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ നൊമ്പരത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയുക. അവനായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണുന്ന എമ്പതി എന്ന വികാരം നമുക്ക് പലപ്പോഴും ഉള്ളത് സിമ്പതിയാണ്. ഒരുപക്ഷെ ധനവാന് ലാസറിനോടുണ്ടായിരുന്നത് സിമ്പതിയാണ്. പാപം കഴിഞ്ഞു പോക്കോട്ടെ എന്ന് കരുതിയത് അവൻ്റെ സ്ഥാനത്ത് ഇറങ്ങി നിന്ന് ചിന്തിക്കണമായിരുന്നു, സഹിഷ്ണുതയോടെ അവനെ കാണണമായിരുന്നു എന്നതായിരുന്നു അവൻ്റെ കുറ്റം. പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിൽ ഈ ഓപ്ഷൻ ഫോർ ദ പുവർ നമുക്കുണ്ടാകണമെന്ന് ഏറ്റവും ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്ന, അവനെ മാറോട് ചേർക്കുന്ന ഒരു വ്യക്തിത്വം ഈ ഒരു നോമ്പ് കാലത്ത് നമ്മിൽ പരിപക്വപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ആരെയും മാറ്റി നിർത്താൻ നമുക്ക് അവകാശമില്ല. ആരെയും ഉപേക്ഷിക്കാനും വേദനിപ്പിക്കാനും നമുക്ക് അവകാശമില്ല. ധനവാനേക്കാളും എത്രയോ ക്രൂര പാപികളാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനോഭാവങ്ങൾ മാറ്റം വരുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.